കൊക്കോപീറ്റിൽ നട്ടേക്കുന്ന എല്ലാ റോസ് പ്ലാന്റിനും ഇപ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ സമയമായി. 10 ഡേയ്സ് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇവർക്കെല്ലാം ഞാൻ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ റൂട്ട് ഡെവലപ്മെൻറ്റിനും ലീഫി ഗ്രോത്തും ആണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ NPK 1261 എടുക്കുന്നത്. അതിനുശേഷം നേവലിൻ്റെ പൊട്ടാഷ്യം ഹ്യൂമിൻ, ഇത് റൂട്ട് ഡെവലപ്മെൻറ്റിനാണ് സഹായിക്കും. അതിനുശേഷം ഞാൻ ഒരു ഫംഗിസൈഡ് സാഫാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളത്തിന് 1 പിഞ്ച് എന്ന അളവിൽ 3 ലിറ്റർ വെള്ളത്തിന് 3 പിഞ്ച് NPK 1261 എടുക്കണം. അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പൂൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാഫിൻ്റെ ഫംഗിസൈഡ് ഇട്ട് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിന് 1 ഗ്രാം എന്ന അളവിൽ ഞാൻ ഇപ്പോൾ 3 ഗ്രാമാണ് എടുക്കുന്നത്. അതിനുശേഷം ഇതും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അവസാനം പൊട്ടാഷ്യം ഹ്യൂമേറ്റാണ് യൂസ് ചെയ്യാനുള്ളത്. ഇത് 1 ലിറ്റർ വെള്ളത്തിന് 1 ml എന്ന രീതിയിൽ ഇപ്പം ഞാൻ 3 ml ആണ് യൂസ് ചെയ്യണത്. ഇതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ഉപയോഗിച്ച് നമ്മളിത് നല്ലപോലെ അടിച്ച് പതപ്പിക്കണം. അപ്പോൾ ഇതിൽ ഓക്സിജൻ കണ്ടൻറ്റ് കൂടും. അതിനുശേഷം 350 ml എന്ന രീതിയിൽ എല്ലാ ചെടീൻ്റെ റൂട്ടിലും ഡ്രെൻ ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്ത് ലീഫിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് വേഗം നമുക്ക് കിട്ടും.